ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. പൂജാരി ആ മറ്റേ താലവും കൊണ്ട് പോയപ്പോ ഞാൻ കയ്യെടുത്ത് ചോദിക്കുന്ന സാധനം കൊണ്ട് സൈഡിലോട്ട് മിസ്സായി പോയിരുന്നു. എനിക്ക് എന്റെ തൊട്ടപ്പുറത്തേക്ക് ബേസിലും അപ്പൊ അത് ആൾക്കാർ കാണുകയും കളിയാക്കലും ചിരിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികം. സമീർക്ക് പറയാണ് ഞാൻ കണ്ടു ബേസില് അതെല്ലാരും കൊണ്ട് കാണിച്ചു കൊടുക്കണ്ടായി. പിന്നെ അത് തന്നെ നോക്കിയിരുന്നിട്ട് തന്നെ നോക്കിയിരുന്നിട്ട് കുഞ്ഞിരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. അങ്ങനെ ടൊവിനോ തോമസ് ബേസിൽ ജോസഫിനോടുള്ള തന്റെ പ്രതികാരം വീട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. നിനക്കല്ല എനിക്കാ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ വീഡിയോയാണ്. ഫോഴ്സ കൊച്ചിയുടെ മത്സരത്തിനായി ബേസിൽ എത്തിയപ്പോഴാണ് സംഭവം നടന്നിരിക്കുന്നത്. എന്തോ ചെയ്യുമെന്ന് പറ. മത്സരത്തിനിടെ കൂട്ടത്തിൽ ഒരു പ്ലെയർക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ തുടങ്ങുന്ന ബേസിലിനെ ആ പ്ലെയർ ശ്രദ്ധിക്കാതെ പോകുന്നതിന്റെ വീഡിയോ ആണിത്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഈ വീഡിയോയ്ക്ക് ടൊവിനോ നൽകിയ റിപ്ലൈ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുന്നത്. ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. ടൊവിനോയുടെ കമന്റിന് താഴെ ബേസിൽ ജോസഫ് നീ പക പോക്കുകയാണല്ലേടാ എന്ന റിപ്ലൈ നൽകിയിട്ടുണ്ട്. അതിന് താഴെ ടൊവിനോയുടെ റിപ്ലൈയും വന്നിട്ടുണ്ട്. കർമ്മ ഈസ് എ ബീച്ച് എന്നാണ് തമാശ രീതിയിൽ ടൊവിനോ കുറിച്ചിരിക്കുന്നത്. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അതിനേക്കാൾ രസകരമായ കാര്യം സഞ്ജു സാംസൺ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു എന്നതാണ്. നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. സഞ്ജു ഇക്കാര്യം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് എന്ന കമന്റുകളാണ് ഇതിന് താഴെ വരുന്നത്. പൃഥ്വിരാജിന് പകരം ടൊവിനോ തന്നെയായിരുന്നു നിന്നിരുന്നതെങ്കിൽ എത്ര നന്നായേനെ എന്നാണ് കമന്റ് ചെയ്ത ഒരാളുടെ ഭാവന. ടൊവിനോ ബേസിൽ സ്കോർ 1-1 പോരാട്ടം തുടരട്ടെ എന്നാണ് മറ്റൊരു കമന്റ്. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. ഇതെല്ലാം നാട്ടുകാരെ മുഴുവൻ അറിയിച്ച ലേ സഞ്ജു എന്നും കമന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ജാട കാണിക്കുന്നുണ്ടില്ല, അവൻ ഫീൽഡെല്ലാം അകത്തിട്ടിരിക്കുന്നു. ഈ വീഡിയോ കുത്തിപ്പൊക്കിയത് ടൊവിനോ തന്നെ ആയിരിക്കും എന്ന കമന്റുകളും കാണാം. ഇനി ഏതൊക്കെ സെലിബ്രിറ്റികൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും ട്രോളന്മാരും. സമാധാനമായല്ലോ. കഥം